വാഹനാപകടത്തിൽ 4 യുവാക്കളുടെ അപ്രതീക്ഷിത വിയോഗം. അതിന്റെ ഞെട്ടലിലാണ് തിരുവനന്തപുരം നെല്ലിമൂട് എന്ന നാട്. ഇന്നലെ വൈകുന്നേരമാണ് 7 സുഹൃത്തുക്കൾ ഒരുമിച്ച് വേളാങ്കണ്ണിയിലേക്ക് തീർത്ഥയാത്ര പോയത്. അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ഇന്ന് രാവിലെ 6 മണിയോടെയാണ് തിരുവനന്തപുരം നെല്ലിമൂട് സ്വദേശികളായ 4 പേർ തമിഴ്നാട് തിരുവാരൂരിൽ വാഹനാപകടത്തിൽ മരിച്ചത്. അവരുടെ നാട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്, നെല്ലിമൂട്. ഇപ്പോൾ നാട്ടുകാരൊക്കെ ആ വാർത്ത അറിഞ്ഞ് അതിൻ്റെ ദുഃഖത്തിലാണ്, അതിൻ്റെ നടുക്കത്തിലാണ് ഉള്ളത്. ചേട്ടാ, ഈ എല്ലാ പേരും ഈ 7 പേര് സഞ്ചരിച്ചിരുന്ന വാന് ഈ പരിസരത്തുള്ളവരൊക്കെ തന്നെയാണ്? പരിസരത്തുള്ളത് എല്ലാ കൂട്ടുകാരന്മാരും ഫ്രണ്ട്സുകളുമാണ് മധുരയിൽ പോയത്, മധുരയിൽ വേളാങ്കണ്ണി പോയത്. അപ്പോൾ ഇന്ന് രാവിലെ 6:30-ക്കാണ് ഈ ഏതർച്ചമായിട്ടുള്ള അവിടെ തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസ്സുമായിട്ടുള്ള അപകടം നടക്കുന്നത്. അപ്പോൾ ഒരു 7-7:30 നമ്മൾ നാട്ടിലിറങ്ങി വീട്ടിലുള്ള എല്ലാവരും ദുഃഖത്തിലാണ്. ഈ 7 പേരും നെല്ലിമൂട് ജംഗ്ഷനോട് ബന്ധപ്പെട്ട് 1.5 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഈ 7 പേരെയും വീട്. ഇപ്പോൾ നാട്ടിലുള്ളവരെ ബന്ധുക്കളെല്ലാം കൂടെ മധുരയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മൊഴി കൊടുക്കാൻ. ഇവിടെ നാവറൂരിൽ കഴിഞ്ഞതേ ഉള്ളൂ. അവിടെ മൊഴി കൊടുത്തതിന് ശേഷം പോസ്റ്റ് മോർട്ടം ചെയ്ത് നടപടിക്രമങ്ങൾ എത്തുന്ന സമയത്ത് നാട്ടുകാരും എല്ലാവരും കൂടെ പൊതുദർശനത്തിന് നെല്ലിമൂട് ന്യൂ സ്കൂളിലാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തിരിക്കുന്ന അതനുസരിച്ചായിരിക്കും നമ്മളവിടെ പ്ലാൻ ചെയ്ത് പൊതുദർശനത്തിന് വയ്ക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇന്നലെ വൈകിട്ടാണ് ഇവിടെ നിന്ന് പോയത്. വൈകിട്ട് 8 മണിയോടെയാണ് ഇവിടുന്ന് പോയത്. 8 മണിയോടെയാണ് പോയത്. തീർത്ഥയാത്രയായിട്ട് പോയതാണ്. വേളാങ്കണ്ണി പള്ളിയിൽ പോയതാണ്. പള്ളിയിൽ പോകുമ്പോഴാണ് ഏതർച്ചമായിട്ട് ഈ ആക്സിഡന്റ് ഉണ്ടാവുന്നത്. എന്തൊക്കെ ജോലി ചെയ്യുന്നവരാണ്? ചെറുപ്പക്കാരാണോ എല്ലാവരും? എല്ലാവരും ചെറുപ്പം. സർക്കാർ ജോലിയുള്ള അറിയപ്പെടുന്ന ആരുമില്ല. അല്ലാതെ ഒരു രവിയണ്ണൻ്റെ മൊബൈൽ കടായിട്ടിരിക്കുന്ന ഒരു പയ്യനാണ്. എല്ലാവരും യുവാക്കളാണ്. എല്ലാവരും കൂലിപ്പണി ഇങ്ങനെയുള്ള ചെയ്ത് പയ്യന്മാരാണ്. അപ്പം നടുക്കത്തിൽ തന്നെയാണ് നാട്ടുകാരുള്ളത്. എല്ലാവരും ഈ പരിസരത്ത് തന്നെയാണ്. അതായത് ഒരു 1.5 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവർ ഓരോരുത്തരും താമസിച്ച് വരുന്നത്. എന്തായാലും ഇന്നലെ വൈകിട്ടാണ് ഇവരിവിടെ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് പോയത്. പോകുന്നതിനിടയിലാണ് രാവിലെ ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടുത്തെ തമിഴ്നാട് സർക്കാരിൻ്റെ ബസ്സുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം. 4 പേരായിരുന്നു തൽക്ഷണം മരിച്ചത്. 3 പേർ സാരമായ പരിക്കുകളോടെ അവിടുത്തെ സർക്കാർ ആശുപത്രിയിലുണ്ട്. എന്തായാലും ബന്ധുക്കളും പോലീസും ജനപ്രതിനിധികളടക്കമുള്ളവർ ഈ സ്ഥലത്തേക്ക് അപകടം നടന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അതിനുശേഷമാകും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. പിന്നീട് മൃതദേഹം നാളെയായിരിക്കും നാട്ടിലേക്ക് എത്തിക്കുക. നെല്ലിമൂട് നിന്നും സിറിലിനൊപ്പം അജീഷ് ജയകുമാർ, 24.